ആ NGOs എന്നെ ഇങ്ങനെ റിജക്ട് ചെയ്തു. ഫൈനലി ഒരു NGO ലക്ഷ്യ എന്ന് പറഞ്ഞൊരു ട്രസ്റ്റില് ഒരു സ്ത്രീ ശബ്ദമാണ് ഫോൺ എടുത്തത്. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ കേരളത്തിലെ വലിയ പ്രശസ്തനായ ഒരു അധ്യാപകനാണ്, ഞാനിങ്ങനെ ഇവിടെ വിട്ടുപോയതാണെന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറയാണ്, ഹം ഇൻസാൻ നെയ്യേ. ഹിന്ദി ടീച്ചർ ഇവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? ഞങ്ങള് മനുഷ്യരല്ലാത്തവരുടെ കൂടെ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്താ പറഞ്ഞത്. ഞങ്ങൾ മനുഷ്യരല്ല, വി ആർ സെക്സ് വർക്കേഴ്സ്, വി ആർ ട്രാൻസ്ജെൻഡേഴ്സ്. ഞങ്ങളുടെ കൂടെ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരാണോ എന്താണോ ഒന്നും എനിക്ക് പ്രശ്നമില്ല, നിങ്ങൾ ദൈവത്തിന്റെ പ്രതിരൂപമായിട്ട് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, നിങ്ങളും കൂടി കൈ ഒഴിഞ്ഞ് എനിക്ക് പോകാൻ ഒരു ഇടവും ഇല്ല. അവരുടെ പേര് ആകൃതി പട്ടേൽ എന്നാണ്. അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ കട്ടിലോ കിടക്കോ ഒന്നും ഇല്ല കേട്ടോ, ഞങ്ങളുടെ ഓഫീസിന്റെ ഫ്ലോറിൽ ഒരു കാർപ്പറ്റ് വിരിച്ചു തരാം, അവിടെ കിടക്കാൻ പറ്റുമോ? എപ്പോ കിടന്നു എന്ന് ചോദിച്ചാൽ മതി. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് റാവുപുരയിലേക്ക് 8 കിലോമീറ്ററാണ്. രാത്രി ഉത്തരേന്ത്യ നിങ്ങൾക്ക് അറിയാലോ, പുറത്തിറങ്ങിയ പോലീസ് ഇങ്ങനെ ലാത്തിക്കിട്ട് അടിക്കുന്ന കാലം. ഞാൻ കണ്ണു വെച്ചിട്ട് 8 കിലോമീറ്റർ നടന്ന് ഉഷാ കിരൺ എന്നായിരുന്നു ബിൽഡിങ്ങിന്റെ പേര്. ഉഷാ കിരണിന്റെ മുമ്പിൽ വന്നു നിന്നപ്പം ആകൃതി വാതിൽ തുറന്ന് കൈ പുറത്തേക്ക് നീട്ടി എനിക്ക് കൈ തന്ന് ഞാൻ അകത്തേക്ക് കയറി. പിന്നെ പുറലോകം കാണുന്നത് 77 ദിവസങ്ങൾക്ക് ശേഷം.